രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തിയിരിക്കുന്നു 24,222 എന്നുള്ളത്. അതായത് ശശി തരൂരിന് വോട്ടുകൾ കൂടുതൽ നൽകാൻ കഴിയുമെന്ന മേഖലകളിലെ വോട്ടുകളും വരുമ്പോൾ ലീഡ് ഉയർത്തുകയാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. 60,000 ഒരു താമരയല്ല, 2 താമര വിരിയാൻ പോവുകയാണ് കേരളത്തിൽ. 2 താമര, തൃശ്ശൂരും തിരുവനന്തപുരത്തും താമര വിരിയാൻ പോകുന്നു. വലിയ ഒരു നേട്ടമാണ് BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിൽ കൊയ്യാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഇതാ BJP ഒന്നല്ല 2 സീറ്റിൽ തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബൂത്ത് കണക്കെടുത്ത് ആധികാരികമായി BJP നേതൃത്വം പറഞ്ഞ 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. തൃശ്ശൂര് 9,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം എന്ന് വിചാരിച്ചിടത്താണ് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്തൊക്കെയാണ് രാഷ്ട്രീയ മാത്രമല്ല, ഇനി ഓരോ സീറ്റും കേന്ദ്രത്തിൽ നിർണായകമാണ്. തിരുവനന്തപുരം വെറും ഒരു സീറ്റല്ല, തൃശ്ശൂര് വെറും ഒരു സീറ്റല്ല, അവിടേക്ക് 2 സീറ്റ് കൊടുക്കാൻ കഴിയുകയാണ് കേരളത്തിൽ ചരിത്രത്തിലാകുമോ എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ കടുത്ത ബല പരീക്ഷണം, ഇഞ്ചോടിഞ്ച് 3 സ്ഥാനാർത്ഥികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം, ത്രികോണ പോരാട്ടത്തിന്റെ സൗന്ദര്യവും സമ്മോഹനത്വവും സമ്പൂർണമായും സമ്മാനിക്കുന്ന സ്ഥലം ആറ്റിങ്ങൽ. വോട്ടുകളുടെ ലീഡ് നിലയാണ് ആറ്റിങ്ങലിലുള്ളത്. എത്ര തവണ മാറി മറിഞ്ഞു, പക്ഷെ ഇപ്പോഴും 3 അക്കം കടക്കാൻ കഴിയാത്ത വലിയ പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചേരുവകളും. എന്താണ് ത്രികോണ മത്സരം എന്ന് നമ്മളെ ഊട്ടി ഉറപ്പിക്കും, നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആറ്റിങ്ങൽ. വെറും 253 വോട്ടിന് ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി. മണിപ്പൂരിൽ 2 സീറ്റിലും കോൺഗ്രസ്. അതൊരു വലിയ സൂചനയാണ്. ബിരേൻ സിംഗിനെ മണിപ്പൂരി ജനത തള്ളിക്കളയുന്നു. മണിപ്പൂരിൽ 2 സീറ്റിലും തെരുവുകളിൽ അപമാനിക്കപ്പെട്ട അമ്മമാരുടെ ജനവിധി. മണിപ്പൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ ശബ്ദത്തിൽ മണിപ്പൂരിന്റെ ജനത നൽകുന്ന മറുപടി. മൗനമായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം പ്രധാനമന്ത്രിക്കും ബിരേൻ സിംഗിനുമെല്ലാം. പക്ഷേ മണിപ്പൂരിലെ ജനതയ്ക്ക് മിണ്ടാനുണ്ടത് മഷിയടയാളം രേഖപ്പെടുത്തിയാണ് എന്ന വലിയ ഉയർന്ന ശബ്ദത്തിലുള്ള മറുപടിയാണ് മണിപ്പൂരിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. 2 സീറ്റിലും കോൺഗ്രസ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 243 BJPയുടെ സംഖ്യ ഉയരുകയും 94 കോൺഗ്രസിന്റെ സംഖ്യ കുറയുകയും, ഇതൊരു ഘട്ടത്തിൽ 230 99 വരെ ആയിരുന്നു. 273 ഇപ്പോൾ NDAയുടെ കണക്ക്. ഔദ്യോഗികമായി നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 1 അപ്പുറത്ത്. പക്ഷെ അപ്പോഴും മണിപ്പൂർ കാമരൂപം തൊട്ട് വടക്കു കിഴക്കിന്റെ ആ മലയിടുക്കുകളിലൂടെ കടന്നു പോകുന്ന കാറ്റ് BJPക്ക് നൽകുന്ന പ്രഖ്യാപനമുണ്ട്, മുന്നറിയിപ്പുണ്ട്. അത് ഏകപക്ഷീയമായ കലാപങ്ങളിലൂടെ, സമാധാന ഭഞ്ജനങ്ങളിലൂടെ എന്നും വോട്ട് നേടാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ്. BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം അവരുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ സഖ്യം 100-നപ്പുറം പോകാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ 100-150-നപ്പുറം പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 251 സീറ്റുകൾ ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മറ്റേത് 273 മാത്രം. അനൂപ് ദാസ് പറയുന്നത് കലാപത്തിന്റെ കനലെരിയുന്നെടുത്ത് കോൺഗ്രസ് എന്നുള്ളതാണ്. മണിപ്പൂരിന്റെ മറുപടിയെ പറ്റി, മണിപ്പൂരിന്റെ വേദന അറിഞ്ഞൊരു റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് അനൂപ് ദാസ് അവിടെ നിന്ന് പറയുകയാണ്, കലാപത്തിന്റെ കനലിൽ നിന്നുള്ള മറുപടി മണിപ്പൂരിൽ BJPക്ക് കൊടുക്കുന്നു അവിടുത്തെ ജനത എന്ന്. അതേസമയം ആലപ്പുഴയിലെ കനൽ കെടുത്തി KC വേണുഗോപാൽ. സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ വലിയ തോതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൻ തീരാത്ത വിരോധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഇടുക്കിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ശരി എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് 1,00,000-ലധികം വരുന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടി 2ാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസ് ആഹ്ലാദവാനാണ്. ഡീൻ പോലും വിചാരിക്കാത്ത ഭൂരിപക്ഷം, പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിചാരിക്കുന്നതിനപ്പുറത്തെ ഭൂരിപക്ഷം കിട്ടി. ആരും ഇത്തവണ വലിയ തരംഗമുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചിടത്തൊന്നുമല്ല കാര്യങ്ങൾ. തിരുവനന്തപുരമാണ് ഇനി നിർണായകം. നോക്കൂ, ഇതുവരെ എണ്ണിക്കഴിഞ്ഞ ബൂത്തുകൾ, മണ്ഡലങ്ങളൊന്ന് എടുത്താൽ കഴക്കൂട്ടത്തെ 6 റൗണ്ടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു, വട്ടിയൂർക്കാവിലെ 6 റൗണ്ടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നിർണായകമാണ്, 9 റൗണ്ട് പൂർത്തീകരിച്ചു. നേമത്ത് 5, പാറശാല 7, കോവളത്ത് 5, നെയ്യാറ്റിൻകര 9. അതായത് കോവളത്ത് ഇനി ധാരാളം വോട്ട് എണ്ണാൻ ബാക്കിയുണ്ട് എന്നുള്ളത്. ഈ 17,000 വേണമെങ്കിൽ മാറാം.
1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് സ്വന്തമാക്കിയത്. അത് രാഹുൽ ഗാന്ധി തരംഗമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെ നിന്ന് ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഡീനിന് കഴിയുമോ എന്ന ചോദ്യം ഇനിയും ബാക്കിയുണ്ട്. എന്നാൽ പോലും അഭിമാനപൂർവ്വം എടുത്തു പറയാൻ കഴിയുന്ന ഭൂരിപക്ഷം സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡീന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഒരേ സ്ഥാനാർത്ഥികളാണ്. ഡീനും ജോയ്സും തമ്മിലാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ഇടുക്കിയിലെ മത്സരം. അപ്പൊ ഡീൻ രണ്ടാമത്തെ തുടർ വിജയം നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. വൻ ഭൂരിപക്ഷത്തിലേക്ക് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ 1,20,283 1,21,036 വോട്ടാണ്. നോക്കൂ, മാവേലിക്കരയിൽ 9,103 വോട്ടായി കൊടിക്കുന്നിൽ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാവേലിക്കര ഇനി ഒരു 10,000 വോട്ടിന്റെ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന്. അവസാന നിമിഷം വരെ മാവേലിക്കരയെയും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അതിനും അപ്പുറത്ത് കണ്ണു ചിമ്മാതെ കാത്തിരിക്കേണ്ടി വരുന്നത് അന്തിമ ഫിഗറുകളിലേക്ക് തന്നെയാണ്. 275, 249, 19 എന്ന് പറയുമ്പോൾ അവസാനം വോട്ടെണ്ണി കഴിയുന്നത് വരെ കഴിഞ്ഞ് മാത്രമേ പറയാനാവൂ ആര് ഭരിക്കും, ആര് ജയിക്കും, ആര് നേടി ഇന്ത്യ എന്ന്.